ഇന്നു മുതൽ 28 ദിവസത്തിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങുകയാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി? നന്ദി എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നമ്മുടെ ഫോക്കസ് മുഴുവനും എന്തിലേക്കാണ് പോവുക? ആ നന്ദിയിലേക്കാണ് പോവുക. നമ്മുടെ ഫോക്കസ് എവിടെ പോകുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. മാജിക് എന്ന പുസ്തകത്തിൽ ഈ 28 ദിവസത്തിൻ്റെ പ്രാക്ടീസിനെ കുറിച്ച് വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു സൂത്രവാക്യമുണ്ട്. മാന്ത്രിക സൂത്രവാക്യം എന്ന 3 സൂത്രവാക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സീക്രറ്റ്സുകളെക്കുറിച്ച് അതെന്നും ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒന്നാമത്തേത്, നന്ദി എന്ന മാന്ത്രിക വാക്ക് മനഃപൂർവ്വം ചിന്തിക്കുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. നന്ദി എന്ന വാക്ക് നമ്മൾ ജീവിതത്തിൽ ലൈഫിൽ ഓരോ ദിവസവും കൂടുതൽ സമയം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നതാണ് അതിനർത്ഥം പറയുന്നത്. അടുത്തതായിട്ട്, നന്ദി എന്ന വാക്ക് മനഃപൂർവ്വം കൂടുതലായി ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കൃതജ്ഞത നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയാകും എന്നാണ് അടുത്തത് പറയുന്നത്. നന്ദി എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുക, ചിന്തിക്കുകയും ചെയ്യുക. ഓരോ കാര്യത്തിനും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുക എന്നാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, എത്രത്തോളം കൃതജ്ഞത നിങ്ങൾ ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം സമൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ്. നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് സമൃദ്ധി അഥവാ അബണ്ടൻസ് വന്നുകൊണ്ടിരിക്കും എന്ന 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ഡേ സെഷനിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാക്ടീസിന് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഒരു ബുക്ക് എപ്പോഴും കരുതുക. അതിലാണ് എഴുതേണ്ടി വരുന്ന ഒരുപാട് പ്രാക്ടീസ് സെഷൻസുകൾ ഇതിൽ വരുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് എന്ന് പറയാം നമ്മൾക്കതിന്. രണ്ടാമത്തേത് പറയുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്ന് വെച്ചാൽ ഒരു കല്ല്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കല്ല് എടുത്തു വയ്ക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രീം ലിസ്റ്റ് തയ്യാറാക്കുക. ഡ്രീം ലിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ക്ലാരിറ്റിയോടുകൂടി എഴുതുക. ഈവൻ ഒരു ജോബ് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ഏത് സ്ഥലത്താണ് ജോബ് വേണ്ടതെന്നും ആ ജോബിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം വരെ എങ്ങനെയാണ് വേണ്ടതെന്നും എത്ര സാലറിയാണ് വേണ്ടത് എന്നും വളരെ കൃത്യതയോടുകൂടിയും ക്ലാരിറ്റിയോടുകൂടി എഴുതാൻ ശ്രമിക്കുക. എത്രത്തോളം നമ്മൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നോ അത്രത്തോളം നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് എത്താൻ വളരെയധികം ഫാസ്റ്റായിരിക്കും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലുള്ള ഡ്രീം ലിസ്റ്റ് എഴുതുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തിൻ്റെ ഏരിയയിൽ എഴുതാം, വെൽത്തിൻ്റെ, കരിയർ, ബിസിനസ്, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങളുടെ ഡ്രീം ലിസ്റ്റ് ഇന്ന് തയ്യാറാക്കുക. ഇന്നത്തെ നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം ലിസ്റ്റ് തയ്യാറാക്കുക. നമ്മൾ എടുത്തു വെച്ച ഈ ബുക്കിൽ ഈ ഡ്രീം ലിസ്റ്റ് എഴുതാൻ ശ്രമിക്കുക. അത് പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ ശ്രമിക്കുക. ഓൾറെഡി നമുക്ക് ലഭിച്ചതായിട്ട് എഴുതുക. പൂർണ്ണ ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആ എഴുതുന്നത് എങ്ങനെയായിരിക്കണം? ഞാൻ പൂർണ്ണ ആരോഗ്യവാനായതിന് നന്ദി, എനിക്ക് ഇന്ന ജോബ് ലഭിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ് നമ്മൾക്ക് എഴുതാം. അതുപോലെ ബിസിനസ്സിലാണെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ വളരെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് പൈസ വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞ് എഴുതാം. ഏതൊക്കെ മേഖലകളിലാണോ അത് പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഈ എഴുതി വെച്ച ഈ ഡ്രീം ലിസ്റ്റ് നമ്മൾ ഡെയിലി വായിക്കുക എന്നുള്ള ഒരു ശീലം ഉണ്ടാക്കുക. ഈ 27 ദിവസവും നമ്മൾ എഴുതി വെച്ച 10 ആഗ്രഹങ്ങളെങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക. ആ 10 ആഗ്രഹങ്ങളും ഡെയിലി നമ്മൾ ഈ 27 ദിവസവും നമ്മൾ ഓർത്ത് കാലത്ത് വായിക്കും എന്ന ഒരു ചാലഞ്ചാണ് ഇന്നത്തെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസ്. വളരെ ഉറക്കെ വായിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സിലും വായിക്കാം, ഉറക്കെയും വായിക്കാം. ഉറക്കെ വായിക്കുമ്പോൾ കൂടുതൽ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അത് കടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീം ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. ക്ലാരിറ്റിയോടുകൂടെ പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ ശ്രദ്ധിക്കുക. മാജിക് റോക്ക് അഥവാ സ്റ്റോൺ എടുത്തു വയ്ക്കുക. നമുക്ക് എഴുതേണ്ട ബുക്കും എടുത്തു വയ്ക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഈ പ്രാക്ടീസ് സെക്ഷനിൽ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. താങ്ക് യു.